പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരെയും അനുദിന ഡെലിവറൻസിൻ്റെ വിമോചനത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് അച്ഛനൊത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു അത്ഭുത ദിവസമാണ്. ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. കർത്താവായ ഈശോ പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമാണ്. കർത്താവായ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ്. സ്നേഹത്തിന്റെ പുതിയ നിയമം സ്ഥാപിച്ച ദിവസമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും. ഇന്ന് ഏത് കുരുക്ക് വേണമെങ്കിലും കർത്താവ് അഴിച്ചു കളയും. ഏത് ബന്ധനമാണെങ്കിലും അഴിച്ചു കളയും. കാരണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് കർത്താവായ യേശു ക്രിസ്തു. അതുപോലെ തന്നെ കർത്താവ് അപ്പോസ്തലന്മാരെ തന്നോടൊപ്പമായിരിക്കാനും തന്നോട് ചേർന്നിരിക്കാനും വചനം പറയാനും രോഗികളെ സുഖപ്പെടുത്താനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനുമായിട്ടുള്ള മാൻഡേറ്റ് കൂടി കൊടുക്കുന്ന ദിവസമാണ്. പ്രിയപ്പെട്ട മക്കളെ, അനുഗ്രഹത്തിന്റെ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ബന്ധനങ്ങൾ, തടസ്സങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ വീണ്ടും വീണ്ടും ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവ ഇന്ന് ബഹിഷ്കരിക്കപ്പെടട്ടെ. ശത്രുക്കൾ മുഴുവൻ തകർക്കപ്പെടട്ടെ. ആ ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തി, ആ പരിശുദ്ധ സ്നേഹത്തിന്റെ ശക്തി, ആ പൗരോഹിത്യ നിത്യപുരോഹിതനായ യേശുവിന്റെ ശക്തി നിങ്ങളുടെ എല്ലാവരുടെ ഭവനങ്ങളിലേക്ക് വരട്ടെ. ഇരുട്ട്, പ്രകൃതി വിരുദ്ധ ശക്തികള്, മാറാ രോഗങ്ങള്, ആദിവ്യാധികള്, കലഹങ്ങള്, നിരന്തരമായ തടസ്സങ്ങള്, ഒന്ന് ഉയരാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം ഇന്ന് കർത്താവായ ഈശോ എടുത്തു മാറ്റുക. സാമ്പത്തിക മേഖലയിലെ കുരുക്കുകള്, ജോലി മേഖലയിലെ കുരുക്കുകള്, തൊഴിൽ മേഖലയിലെ കുരുക്കുകള്, കുടുംബജീവിതത്തിലെ കുരുക്കുകള്, മകന്റെ പഠന മേഖലയിലെ കുരുക്കുകള്, അവന് വിദേശത്ത് പോകാനുള്ള അതിനുള്ള തടസ്സങ്ങള്, മകളുടെ മേലുള്ള ബന്ധനങ്ങള്, കുടുംബജീവിതത്തിന്റെ മേലുള്ള ബന്ധനങ്ങള്, മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി, കലഹങ്ങള്, അസൂയ, പക, വിദ്വേഷം, വൈരാഗ്യം, കൂടോത്രം, മന്ത്രവാദം, ആഭിചാരം, ശത്രുദോഷം, ആ ദൃഷ്ടിദോഷം, ഇവയെല്ലാം യേശുനാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക. ഒരു പുരോഗതി കിട്ടാതെ വിഷമിക്കുന്ന മക്കളുണ്ട്. അവരുടെ മേലുള്ള കെട്ടങ്ങോട്ട് അഴിയട്ടെ. ഭവന നിർമ്മാണം ആരംഭിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റാത്ത മക്കളുണ്ട്. ആ ബന്ധനം അങ്ങോട്ട് വിട്ടുമാറട്ടെ. ഒരു ഭവനം പണിത് ഉയർത്തിയിട്ടും സ്വസ്ഥതയോടുകൂടി അതിൽ ജീവിക്കാൻ പറ്റാത്ത ആ അവസ്ഥകളുണ്ട്. ആ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. വീട്ടിലിങ്ങനെ ഇരുള് കാണുക, നിഴല് കാണുക, പൈശാചിക രൂപങ്ങൾ കാണുക, തിന്മയുടെ അരൂപികൾ കാണുക, അങ്ങനെ നിരന്തരമായ പൈശാചിക പീഡയുള്ള വ്യക്തികളെയും ഈശോ ഇന്ന് പൂർണ്ണ മോചനം കൊടുക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഇത് അത്ഭുത ദിവസമാണ്. ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 12 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. അവരുടെ പാദങ്ങൾ കഴുകിയ ശേഷം ഉണ്ടോ, ഈശോ ഇന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ദിവസമാണ്. അവൻ അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. പ്രിയപ്പെട്ടവര്, ഇതൊരു പുതിയ അഭിഷേകമായിരുന്നു. ഇതൊരു പുതിയ അനോയിന്റിങ് ആയിരുന്നു. ഇന്നേ വരെ ആ മക്കൾ കേൾക്കാത്ത പുതിയ പഠനങ്ങളായിരുന്നു. കേട്ടവർ അമ്പരന്നവർ ചുറ്റും നോക്കി മറ്റുള്ളവർ അമ്പരക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെടുക. അന്ന് വരെ അവർ കേട്ടിരുന്നത് പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന നിയമമായിരുന്നെങ്കിൽ ഇതാ നീ മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകണം, വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കണം. ആ ഒരു വലിയ സുവിശേഷമാണ്, മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുന്ന സുവിശേഷമാണ് പെസഹ വ്യാഴാഴ്ച നമുക്കായി നൽകുന്നത്. പരിശുദ്ധ കുർബാനയുടെ ശക്തി, പൗരോഹിത്യത്തിന്റെ ശക്തി നിങ്ങളുടെ എല്ലാവരുടെ മേൽ ഇറങ്ങി വന്ന് നിങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥന കേൾക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആകാശത്തിന്റെ ദൈവമേ, ഭൂമിയുടെ ദൈവമേ, മാലാഖമാരുടെ ദൈവമേ, മുഖ്യദൂതന്മാരുടെ ദൈവമേ,
ബാവമാരുടെ ദൈവമേ, ദീർഘദർശികളുടെ ദൈവമേ, ശ്രീകന്മാരുടെ ദൈവമേ, വേദസാക്ഷികളുടെ ദൈവമേ, വന്ദകന്മാരുടെ ദൈവമേ, കന്യകളുടെ ദൈവമേ, മരണത്തിന് ശേഷം ആയുസ് കൊടുപ്പാനും അധ്വാനത്തിന് ശേഷം ആശ്വാസം പ്രദാനം ചെയ്യാനും ശക്തിയുള്ളവനായ ദൈവമേ, നീ അല്ലാതെ വേറെ ദൈവമില്ലാത്തതിനാലും ഉണ്ടാകാൻ പാടില്ലാത്തതിനാലും സകലത്തിന്റെ സൃഷ്ടാവ് അങ്ങ് തന്നെ ആയതിനാലും അങ്ങ് രാജ്യത്തിന് യാതൊരു അർത്ഥമില്ലാത്തതിനാലും അങ്ങേ മഹത്വമുള്ള പ്രഭയുടെ മുമ്പാകെ എളിമയോടെ സാഷ്ടാംഗം വീണ് അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. സകല പിശാചുക്കളുടെ കരങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും ക്രൂരതകളിൽ നിന്നും ഈ ദൈവജനത്തെ രക്ഷിക്കണം. അവരുടെ കഠിന ദുഷ്ടതകളിൽ നിന്ന് ഈ ദൈവജനത്തെ രക്ഷിക്കണമെന്ന് ഇന്നേ ദിവസം എന്റെ പൗരോഹിത്യത്തെ സമർപ്പിച്ച് ഞാൻ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ എല്ലാ വഞ്ചനകളുടെ ജനയിതാക്കളെയും മനുഷ്യരക്ഷയുടെ ശത്രുമായ സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. എനിക്ക് ലഭിച്ച എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാണ്, ഈശോ സ്ഥാപിച്ച സ്നേഹത്തിന്റെ പുതിയ നിയമത്തിന്റെ ഉടമ്പടിയുടെ ശക്തിയാണ്, നീ പുറത്തു പോകുക, മിശിഹായ്ക്ക് സ്ഥലം കൊടുക്കുക. എന്തെന്നാൽ സാത്താന് നിന്റെ ചതിപ്രവൃത്തികളൊന്നും യേശുവിൽ ഏശുകയില്ല. യേശു തന്റെ രക്തത്താൽ നേടിയെടുത്ത ഏകവും പരിശുദ്ധവും കാത്തോലിക്ക അപ്പോസ്തലികമായ സഭയ്ക്ക് നീ സ്ഥലം കൊടുക്കുക. ദൈവത്തിന്റെ സർവ്വവല്ലവുമുള്ള കരങ്ങളുടെ കീഴിൽ നീ വഴങ്ങുക. നരകത്തെ പരിഭ്രമിപ്പിക്കുന്ന ഈശോ എന്ന പരിശുദ്ധവും ഭയാനകമായ നാമം വിളിച്ചപേക്ഷിക്കുന്നത് കേട്ട് സാധാരണ നീ മക്കളിൽ നിന്ന് പലായനം ചെയ്യുക. ഈശോ എന്ന പരിശുദ്ധ നാമത്തെ സ്വർഗീയ ഗണങ്ങളായ തത്വകന്മാര്, ബലവത്തുക്കള്, നാഥകൃത്യന്മാര് അനുസരിക്കുന്നു. സൈനികരുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. ആ നാമത്തിന്റെ ശക്തിയാ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാ, പെസഹ വേദത്തിന്റെ ശക്തിയാ നിങ്ങളെ ബാധിച്ച എല്ലാ രോഗാണുക്കള്, രോഗപീഠകള്, അസ്വസ്ഥതകള്, തളർച്ചകള്, പീഡകള്, ബന്ധനങ്ങള് കർത്താവായ യേശുവിന്റെ നാമത്താൽ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും പെസഹ വേഴത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുകയാണ്. പരിശുദ്ധ കുർബാന സ്ഥാപനത്തിന്റെ, പൗരോഹിത്യ സ്ഥാപനത്തിന്റെ, പുതിയ ഉടമ്പടിയുടെ സ്നേഹത്തിന്റെ, ആ പുതിയ ഉടമ്പടിയുടെ സ്ഥാപനത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. ഈ ഒരു ദിവസത്തെ പുണ്യദിനത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങളെല്ലാ രോഗങ്ങളും വെട്ടിത്തു മാറ്റട്ടെ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ സമർപ്പിക്കുന്ന 3 നിയോഗങ്ങളുടെ മേൽ കർത്താവ് ഇടപെട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഡെലിവറൻസ് പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. സർവശക്തനായ ദൈവം പിതാവും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.